നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാർ ഗ്യാപ്പ് റോഡിലാണ്. കളിയായിട്ട് കൊടുത്തതാണോ നമ്മൾ അടിമാലിലാണ്. അടിമാലി ചായ കുടിക്കാൻ കയറിയാണ്. പപ്പടവട എങ്ങനെയുണ്ട്? സൂപ്പർ. ഇതും ഒരു പപ്പടവട. കൊതീനാണ്, കൊതീൻ. മധുരം ഉയരം കൂടുന്തോറും ചായ സ്വാധീനം. നമ്മളിപ്പോൾ എത്ര ഉയരത്തെ എത്തി? അടിമാലി എത്ര ഉയരത്തിലാണ്? 6000 ഉണ്ട്. മൂന്നാർ ഗ്യാപ്പ് റോഡിലാണ്. നമ്മുടെ വണ്ടി ഇവിടെ വെയിറ്റിംഗ് ആണ്. നല്ല രസമായിട്ടില്ലേ പോവാണേ? ബ്രഷ് ഉണ്ടോ? അറിയില്ല. രണ്ട് വിഷച്ചെടിയൊക്കെ എടുത്ത് പല്ല് വെച്ച് കുങ്ങിയുടെ കമ്പ് ഉറക്കുക. അധികം മനുഷ്യൻ പല്ല് കഴിക്കുന്ന എന്തോ കാട്ടുചെടിയൊക്കെ എടുത്ത് പല്ല് അങ്ങനെ ചെയ്യരുത്. ഇത് കുങ്ങിയ ഉണ്ടല്ലേ. ഇതിന്റെ ഇതെടുക്കുക, കമ്പെടുക്കുക. ഓക്കെ, ആദ്യം കുറച്ച് കടിക്കുക. അപ്പോൾ ഒരു ഇതുവരെ കിട്ടും.
നമ്മൾ മാവല യൂസ് ചെയ്യില്ല, ആഹാ. അതുപോലെയുള്ള സാധനം അത്. ചെറിയൊരു ചവർപ്പുണ്ടാവും. പല്ലേപ്പ് കഴിഞ്ഞു രാവിലെ. ഇല കണ്ട സ്റ്റാർ വലിച്ചു നോക്ക്. പിന്നെ കൂണ് പോലത്തെ സാധനം, നല്ല സോഫ്റ്റ്. നല്ല മണമുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. പക്ഷേ മണമൊന്നുമില്ല. ജംഷി വെച്ചാണ് സ്പ്രേയുടെ പോണത്. ഞാൻ ഓർത്ത് ഈ പൂവിന് മണം എവിടെ പറഞ്ഞു. പലഹാരം പോണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ മൂന്നാർ വരാൻ പറ്റിയ ടൈമാണല്ലേ. ഇപ്പോൾ ഇവിടെ 15 ഡിഗ്രി അല്ലേ? 15 15 നമുക്ക് ഇവിടെയാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് നല്ലൊരു വ്യൂ കാണിച്ചു തരാം. ഞാനിപ്പോൾ നല്ലൊരു ടിപ്പ് പറയാം. ഇടുക്കി മൂന്നാറൊക്കെ പോകുമ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള കുറേ എസ്റ്റേറ്റുകളുണ്ടാവും. അവിടെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് കാണാൻ ലൊക്കേഷൻസും. റോഡിലോട്ട് പോയിക്കഴിഞ്ഞു. അതിൽ വന്നിട്ടുണ്ടാവും ഇവിടെയൊക്കെ. എന്നാലും പൊളി വ്യൂ. അങ്ങോട്ടൊന്നും ആൾക്കാർ കേറാത്ത സ്ഥലങ്ങളല്ലേ ആയിരിക്കൂലേ? എവിടെയാ പീക്കൊക്കെ? അങ്ങോട്ടേക്കൊന്നും സിനിമയിലുള്ള പോലത്തെ. സിനിമയിലൊക്കെ കാണുന്ന കൂട്ട് ബംഗ്ലാവ്. നടന്നു നോക്കാം. താഴത്തെ വഴി നോക്ക്. ഇതാണോ മറ്റേ സാധനം? മറ്റിക്കൊട്ടാരം. ഇതാണ് നമ്മൾ അക്കലയിൽ നിന്ന് കണ്ട ബംഗ്ലാവെന്ന് തോന്നിപ്പിക്കുന്ന ബംഗ്ലാവല്ല, ഔട്ട് ഹൗസ് ആയിരിക്കും. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും.
ഈ പ്ലാന്റേഷൻ ആയിരിക്കും ഇതൊക്കെ. വെട്ടിയുണ്ട്. പട്ടീഷ്യ മറ്റേ എക്കോലെ പോലെ എക്കോ സിനിമ ഉണ്ടാണോ അതുപോലെ ആയിരിക്കും ഇവിടെ. എന്താ മറ്റേ സൂര്യന് ഇതടിച്ചിട്ട് ചന്ദ്രൻ ഇപ്പോഴും ഉണ്ടോ? ചന്ദ്രൻ ഇപ്പോഴും ഉണ്ടല്ലേ രാവിലെ? സൂര്യൻ ഉദിച്ചിട്ടില്ല. സമയം ഇപ്പം എത്രയാ? 6:45 ഇവിടെ 7 മണിയാകുമ്പോൾ സൂര്യനെ കാണാൻ പറ്റും. മേഘങ്ങളൊക്കെ തണുത്ത കാറ്റുണ്ട് നന്നായിട്ട്. ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ഇതല്ലേ ഇതെന്തറിയത്ത അവിടെ നിങ്ങൾ ഇതുവഴി പോയി അമ്മച്ചി കൊട്ടാരത്തേക്ക്? കൂട്ടുകാരൻ വണ്ടി കൊണ്ട് പോകുന്നുണ്ട്. എല്ലാം കുടിക്കണ്ടല്ലോ. നെറ്റ് കിട്ടണോ? കാലം വേണ്ട മുട്ടയുടെ തൊടാൻ പറ്റ.
പകുതി കൊണ്ടുപോയി. നമുക്ക് നല്ലൊരു ഫ്ലേവർ ആയിട്ടൊരു സാധനമാണ് നമ്മുടെ ഗ്രീൻ ടീ എന്ന് പറയും. ഗ്രീൻ ടീ വിത്ത് ലെമൺ ആയിട്ട് നമ്മൾ തിളപ്പിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ട തലസും കാൽ വെളുക്കും, കാൽ കൈവേല ഉത്തമ പരിഹാരമാണ്. തേയ്മാനത്തിനുള്ളത് ഇഞ്ചി, കോടാലി തേയില, ഇഞ്ചിയുടെ ഫ്ലേവർ വരുന്നത് അല്ലെ, അതായത് ജിഞ്ചർ മീൻസ് ഇഞ്ചിയുടെ ഒരു നല്ലൊരു ഫ്ലേവർ വരുന്നത്. മുല്ലപ്പൂ തിളപ്പിച്ച് ചായ കുടിക്കാൻ നമുക്ക് നല്ല ഫ്ലേവറാണ്. മുല്ലപ്പൂവിൻ്റെ മണം ഇഷ്ടപ്പെടുന്നവർക്ക് മുല്ലപ്പൂ ചായ ഉണ്ടാക്കാം. ഇവിടെ പർച്ചേസിംഗ് ആണ്. ഇത് വിജില് ഭയങ്കര ഷോപ്പിംഗ് ആയിരുന്നു. വിജില് എന്തോ ഭയങ്കര ഷോപ്പിങ്ങിലായിരുന്നു. നമ്മളിപ്പോൾ മൂന്നാറാണുള്ളത്. ഉയരം കൂടുന്തോറും ചായയുടെ കടുപ്പം കൂടും, മധുരം കൂടും എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ മൂന്നാർ വന്നിട്ടുണ്ട്. മൂന്നാറിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള റിപ്പറ്റിയിൽ നിന്നും നമ്മൾ പ്രൊഡക്റ്റ് എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇത് നമ്മൾ ചില്ലായിട്ട് നിൽക്കുകയാണ് എല്ലാവരും കൂടി. ഓക്കെ, കളക്ഷൻ അടിക്കാൻ കയറി ഇവിടെ വന്നപ്പോൾ വരെ സാധനം മേടിച്ചത് മേടിച്ച് 12,000 സാധനം മേടിച്ചത്. നമുക്ക് വരുന്നത് വരുമാനം ഇവരുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ സീൽ എന്താണ്? കുറെ കച്ചവടം ഉണ്ടാക്കി കൊടുത്തത് ഇവിടുത്തെ പ്രൊമോട്ടർ റിപ്പിൾ തിരിച്ചു. ഞങ്ങൾ 7 പേരോട്ട് തിരിച്ചു 6 പേരേ ഉള്ളൂ. അച്ഛനോട് കേൾക്കാന്ന് പറഞ്ഞു. സാലറി ഒന്നും വേണ്ട. അതെ, എനിക്ക് സാലറി ഒന്നും വേണ്ട, കളക്ഷൻ എടുത്ത് യമാനിന്റെ ബർത്ത്ഡേ വിഷസ് ഷൺമുഖ. ഇത് ഷൺമുഖ സ്റ്റൈലാട്ടോ മറ്റേ ഷൺമുഖ. ഭയങ്കര പർച്ചേസിംഗ് ആണ്. ഡെയിലെങ്ങാനും പോയി കഴിഞ്ഞാൽ പണി എന്താ പറയാനുള്ളത്? നമ്മൾ പ്രകൃതി ആസ്വദിക്കുക. ട്രിപ്പ് വരുന്നതിന്റെ പ്രകൃതി ആസ്വദിക്കുക. എന്നിട്ട് നീ വന്ന വഴി മൊത്തം ഉറക്കായിരുന്നല്ലോ വണ്ടി കിടന്ന്. നമ്മൾ വന്ന വഴിക്ക് വിമല വച്ചാൻ പറഞ്ഞു കേട്ടോ, ചേട്ടി ഒരു ഹമ്പി ആടി എന്ന് പറഞ്ഞു. വന്ന വഴിക്ക് നമ്മൾ മൂന്നാറിലേക്ക് വന്ന വഴിക്ക് ഒരു ഹമ്പി ആടി എന്ന് പറഞ്ഞു. സംഭവം ഹമ്പല്ലേ ആടി, പാമ്പിനെ ആടി. ഒരു പാമ്പിനെല്ലാം പറ്റിയെന്ന് ചോദിച്ചു. ഒന്നും ആയിട്ടില്ല. അവൻ സിമ്പിളായിട്ട് പോയി. സാധനം വെച്ചു. ഇവനെന്ത് പുഴുകാണ്ടവൻ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ എന്നാൽ അധികമാരും അറിയാത്ത വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു പള്ളിയിലാണ്, മൂന്നാർ CSI ചർച്ച്. ഇതിൻ്റെ ഹിസ്റ്ററി ആക്ച്വലി ഇത് പണി കഴിപ്പിച്ചത് 1911 ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ചരിത്രങ്ങൾ തുടങ്ങുന്നത് 1894 ഇസബൽ മെയ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് വംശജയുടെ മരണത്തിലൂടെയാണ്. നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ ഈ പള്ളിക്ക് മുന്നേ പണി കഴിപ്പിച്ച ഒരു ശവക്കല്ലറിയിലേക്കാണ്. ഇതിൽ നിന്നാണ് ബാക്കിയുള്ള ശവകുടീരങ്ങളൊക്കെ നിർമ്മിതമായതും ഈ പള്ളി ഉണ്ടാകാനുള്ള കാരണവും എല്ലാം വരുന്നത് ഈ ഒരു ശവക്കല്ലറിയിൽ നിന്നാണ്. എലഗറും ഹെൻറി രണ്ടുപേര് കമിതാക്കളായിരുന്നു. ഹെൻറി 1900-കളിൽ ഇവിടെ മൂന്നാർ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്ലാന്ററായിരുന്നു, ഒരു ഹെഡ് ഓഫ് ദ പ്ലാന്റേഴ്സ് ആയിരുന്നു. പക്ഷേ ഇവിടെ എൽനറും
എല്ലെന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കോളറ പിടികൂടുകയും അവർ ഈ ഒരു കുന്നിഞ്ചേരിയിൽ വന്നിരുന്ന് മൂന്നാർ പട്ടണമാകെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസമാണ് എൽനർ മെയ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന എൽനർ എന്ന 24 വയസ്സുകാരി മരണപ്പെടുന്നത്. ഹെൻറിയുടെ കാമുകിയായിരുന്നു. അപ്പോൾ അവരൊരുമിച്ച് ഈ കുന്നിഞ്ചേരിയിൽ ഇരുന്നപ്പോൾ എൽനർ പറയുകയും ചെയ്തു, എനിക്ക് ഇവിടെയാണ് സ്വർഗം, എനിക്കിവിടെ തന്നെ മരിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ മൺമറയണം, ഇതാണ് ഒരു സ്വർഗം എന്ന് പറയുകയും അതിൻ്റെ ഒരു വെളിച്ചത്തിൽ എല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ എൽനറിൻ്റെ ശവകുടീരം ഒരുക്കുകയും ചെയ്തു ഹെൻറി. 24-ാം വയസ്സിൽ ആണ് എൽനർ മരിച്ചത്. എൽനറിൻ്റെ ഓമന പേരായ മെയ് എന്ന ഓമന പേരും ശവകുടീരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 1894 എൽനറിൻ്റെ ഈ ശവകുടീരം ഇവിടെ വരുന്നത്. അതിനുശേഷമാണ് മറ്റുള്ള ബ്രിട്ടീഷുകാരുടെ മരണത്തിന് ശേഷവും ഈ കുന്നിൻ ചെരുവിൽ അവരുടെ ഭൗതിക ശരീരം അടക്കാൻ തുടങ്ങിയത്. അതിനുശേഷം 1911 ഇപ്പോൾ കാണുന്ന ആ ഒരു പള്ളി, ബ്രിട്ടീഷ് അധീനതയിലുണ്ടായിരുന്ന ആ ഒരു പള്ളി താഴെ വരുന്നത്. ഇതൊക്കെ നോക്കിയാൽ അറിയാം 85 കല്ലറയാണ്. ഇവിടുന്ന് ഇഷ്ടംപോലെ കല്ലറ, പഴയതും പുതിയതുമായിട്ടുള്ള ഇഷ്ടംപോലെ കല്ലറകൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ പുതിയതായിട്ട് വന്ന കല്ലറകളാണ്. മുകളിലോട്ട് ചെല്ലുന്തോറും പഴയ കല്ലറകൾ. ഇതൊക്കെ വളരെ വർഷം പഴക്കമുള്ളതാണ്. കല്ലറയിലേക്ക് നമ്മൾ അത്ര വിട്ടൊന്നും നാളെ കടത്തിവിടാറില്ല. ഇതൊക്കെ ആനയോ മുള്ളം പന്നിയോ ചുറ്റി വെച്ചേക്കുന്നു. വായിക്കാൻ പറ്റുന്നില്ല. ഇല്ല, ഇഷ്ടംപോലെ ഉണ്ട് കല്ലറകൾ. മുകളിലോട്ട് പോകാനാണെങ്കിലും ഇഷ്ടംപോലെ വഴിയുണ്ട്. അതൊരു ജീവന്റെ അല്ലേ ദേ കാണാം നേരെ. പാലപ്പൂവിന്റെ മണം. ബ്രോ ഫുള്ള് വായിച്ചു ബ്രോ. 1897 ആ 1897 അവിടെ 70s-ലാണ് കല്ലറ. 26. പഴയ കല്ലറകൾ കുറേ ഉണ്ട്. ഇതെല്ലാം 1904 മുതൽ 1982 നമ്മൾ ഈ സാധനം എവിടെയാ? അതൊന്നും അല്ലേ ഇവിടെ എന്തൊക്കെയാ വന്നത്? വലിയ എന്തോ മുഖമുണ്ട്. ഇഷ്ടംപോലെ കല്ലറകളുണ്ട് കാണാൻ. അവിടെ നോക്കിയാൽ മൂന്നാർ കാണാം. മൂന്നാർ ടൗണാണത്. ഇത് കാപ്പിത്തോട്ടം അല്ല ഇവിടെ ആ മെയ്യുടെ കല്ലറിയില്ലേ? എൻ്റെ വീട് മൂന്നാർ പോകുന്ന വഴിക്കാണ്. ഇടയ്ക്ക് വലിയ കുഞ്ഞാണ്.
ഗൈസ് നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി നോക്കാൻ വന്നതാണ്. പ്രോപ്പർട്ടി സംഭവമൊക്കെ ഓക്കെ, ലുക്കുണ്ട്. ഇതിൻ്റെ ട്രീ ഹൗസ് ആണ് സംഭവമൊക്കെ ഓക്കെ, പക്ഷേ ക്വാളിറ്റി ഇല്ല. പക്ഷേ കുറച്ച് പഴഞ്ചൻ സെറ്റപ്പ്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം അട്ടയുണ്ട്. അട്ട നമ്മൾ കടിച്ച് നശിപ്പിക്കും. ഒന്നാമത് രാത്രി നമുക്ക് പുറത്തിറങ്ങാനേ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു സ്ഥലം നോക്കാൻ പോകും. ഗൈസ് ഇതാണ് നമ്മൾ ബൈസൺ വാലിയിൽ എത്തുന്ന റിസോർട്ട്. ചെറിയൊരു പ്ലേ ഗ്രൗണ്ട് സെറ്റപ്പ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയയാണ്. ടി വി, 2 റൂമാണുള്ളത്. ഒന്നാമത്തെ റൂം ആശ്രമം കഴിഞ്ഞു. സെക്കൻഡ് റൂം നല്ലൊരു ആംബിയൻസ് തന്നെയാണ്. ആശ്രമം അത്യാവശ്യം നീറ്റായിട്ട് ഉണ്ട്. അപ്പൊ തമിഴ്നാട്ടിലാണ്. നമ്മുടെ അടുത്താണ് താമസിക്കുന്നത്. കമ്പത്തിലാണ്. പോയിട്ടുണ്ടോ? ഇവന്റെ അച്ഛന്റെ വീട് തമിഴ്നാട്ടിലാണ്, കന്യാകുമാരി. തെക്ക് ഭാഗമാണ് നമ്മൾ പോയിട്ട് കന്യാകുമാരി എന്ന് പറയുമ്പോൾ. റിസോർട്ടിൽ വന്നാ കാപ്പിക്കുരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കാപ്പിക്കുരി. ഏതാണ്? നമ്മുടെ അവിടുത്തെ ഞൊക്ലിക്കാപ്പി അല്ലടാ, ഈ ഞൊക്ലിക്കാപ്പി ചുവന്ന കാപ്പിയില്ലേ? ചുവന്ന കാപ്പി. നമ്മുടെ അവിടെ പച്ചയാണല്ലോ അല്ലേ? റിസോർട്ടിന്റെ താഴെ മുഴുവൻ ഏലാണ്, നീണ്ടു കിടക്കുന്ന ഏലം. മച്ചാ ഇവിടുത്തെ ഒരു ഏലത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ഏലക്ക നമ്മള് ഇവിടെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് നമ്മൾ വിപണിയിൽ എത്തിക്കുമല്ലോ. ഓക്കെ, വിപണിയിൽ എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നമുക്ക് അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് നമ്മൾ എടുക്കുമ്പോഴത്തേനും നമുക്ക് അത് തീരണ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏലക്ക അതാണ് ഇവിടുത്തെ ഏലക്കൊരു പ്രത്യേകത ആണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്. എനിക്കും തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഇല്ലാണ്ട് നമ്മുടെ പറയാൻ ചാൻസ് ഇല്ല. ആ അത് പറ. ഇതാണ് പക്ഷേ നമ്മൾ താമസിക്കാൻ പോകുന്ന വില്ല. ഇല്ല, ഇത് എന്ത് പ്ലാവാണെന്നറിയോ? വരിക്കച്ചക്കയാണിത്. വരിക്കച്ചക്കയുടെ ചുള്ളക്കണ്ണക്കിൻ്റെ തുടുത്തുടുത്തിട്ട് കല്യാണി ആ വരിക്കച്ചക്കയാണിത്. ആഹാ, ആ ചക്ക ആ പറക്കുന്ന എന്താ ബ്രോ? ഒരു ഓറഞ്ച് കളർ വെളുതി കട്ടുപോകും. ഇവിടെ നമ്മൾ നൈറ്റ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ പോകണം.